ഓക്കെ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു IED തേർഡ് ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അതായത് ഔട്ട്സോഴ്സിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഔട്ട്കംസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ പ്രോസസ്. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് മാർച്ച് 2010 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് എഴുതാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഔട്ട്സോഴ്സിംഗ് എന്താണെന്നുള്ളത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതിനുശേഷം അതിന്റെ ഇമ്പോർട്ടൻസ് അത് നമുക്കറിയാം അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾ കൂടുതലായിട്ട് അതിനകത്തേക്ക് റിക്രൂട്ടഡ് ആവുന്നുണ്ട്. അവരുടെ ലൈഫിന്റെ ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അത് ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇമ്പാക്റ്റിന്റെ അവിടെ എഴുതാം. അപ്പൊ ഇത് നമ്മൾ ജനറലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിത് അവർ ഇന്ത്യ തന്നെ ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിനുള്ള ഒരു കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത രണ്ട് പോയിന്റ്സ് ആണ്. ഒന്ന് ചീപ്പർ ആയിട്ടുള്ള ഒരു ലേബറും, അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫുൾ മാർക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ ദ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ടാക്സ് റിഫോംസ്, ലാൻഡ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസും, ടാക്സ് റിഫോംസ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ് എല്ലാം നമ്മൾ ലിബറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ ലാൻഡ് റിഫോംസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചാപ്റ്റർ തന്നെ ഏകദേശം ധാരണയുള്ള ആൾക്കാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസിലി കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് 2 ways ഓഫ് കൺവേർട്ടിംഗ് ഗവൺമെന്റ് കമ്പനീസ് ഇൻടു പ്രൈവറ്റ് കമ്പനീസ്. ഇതിനെ നമ്മളൊരു പേര് പറഞ്ഞു, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അപ്പോ അത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് എന്ത് ചെയ്യാം, വിഡ്രോവൽ അല്ലെ, ഗവൺമെന്റിന് അതിന്റെ ഓണർഷിപ്പിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 7th ക്വസ്റ്റ്യൻ, ദ ഒറിജിൻ ഓഫ് ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ 1991 can be traced to the inefficient management of the Indian economy in the 1980s. ഡിസ്കസ്. അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 1980s തൊട്ട് തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്ങും അങ്ങനെ ഇങ്ങനെയുള്ള റിഫോംസുകളുടെ ഒക്കെ ഏറ്റവും ചെറിയ ഫോമിൽ അതിനെ കാണാൻ പറ്റും. പക്ഷെ അതൊരു കംപ്ലീറ്റ് ഫോമിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ഫോമിൽ എത്തുന്നത് 1991 അപ്പോൾ ആ ഒരു 1980s കറക്റ്റ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്തായിരുന്നെങ്കിൽ മേ ബി നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതൊക്കെ നിന്ന് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടായ ക്രൈസിസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് 20 years സിൻസ് ദ ന്യൂ ഇക്കണോമിക് പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇത് മാർച്ച് 2012 ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ 20 years എന്ന് കൊടുത്തിരിക്കുന്നത്. പ്രിപ്പയർ എ ഡിബേറ്റ് റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദി ഇന്ത്യൻ ഇക്കോണമി. അപ്പൊ അതേ ഒരു ക്വസ്റ്റ്യന് അപ്പൊ അവിടെ നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനും സെയിം ആൻസർ വരുന്നതാണ്. പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ കമ്പനിങ് ഇക്കണോമിക് സിറ്റുവേഷൻ ദാറ്റ് ലെഡ് ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ. അപ്പൊ ഇത് സെയിം ആൻസർ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്നെന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷനും, രണ്ടാമത്തെന്ന് പറയുമ്പോൾ അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് നയിച്ച ഫാക്ടേഴ്സും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും നമുക്ക് സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാം, കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് ഡിസൈഡഡ് ടു സെൽ ദ ഷെയർസ് ഓഫ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഡു യു തിങ്ക് ഇറ്റ് ആസ് എ ഫോം ഓഫ് പ്രൈവറ്റൈസേഷൻ? അപ്പൊ പ്രൈവറ്റൈസേഷന്റെ ഫോം ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. കാരണം ഇവിടെ ഗവൺമെന്റ് കമ്പനി ആയിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. അപ്പൊ അതിനെ ഒരു എന്താണ് അതിന്റെ ഷെയർ സെൽ ചെയ്യാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് പ്രൈവറ്റൈസേഷന്റെ ഫോം ആയിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ പറയാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബലൈസേഷൻ ഇസ് എ സ്ട്രാറ്റജി ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് ടു എക്സ്പാൻഡ് ദിയർ മാർക്കറ്റ്സ് ഇൻ അതർ കൺട്രീസ്. ടു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ഒരു തന്ത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റ് രാജ്യങ്ങളിലേക്കും അവരുടെ മാർക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള അവരുടെ ഒരു ഐഡിയ ആയിട്ടാണ് ഈ ഗ്ലോബലൈസേഷനെ പറയുന്നത്, ഡെവലപ്ഡ് രാജ്യങ്ങളുടെ.
അപ്പൊ നിങ്ങൾ അതുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനോട് യെസ് പറയാം അല്ലെങ്കിൽ നോ പറയാം. അപ്പം യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ആദ്യം നമ്മൾ ഗ്ലോബലൈസേഷൻ എന്താണെന്ന് പറയുക. അതുപോലെ ഗ്ലോബലൈസേഷന്റെ ഉദ്ദേശങ്ങൾ, ഫീച്ചേഴ്സ്, കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. അപ്പൊ ഗ്ലോബലൈസേഷന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ കൂടുതലും പോസിറ്റീവ് ആണ് അല്ലെ. അതായത് നമ്മുടെ രാജ്യമൊക്കെ ഇത്രയും ഡെവലപ്പ് ആവാൻ അല്ലെങ്കിൽ ഇത്രയും ഗ്ലോബലി കണക്ട് ആവാൻ കാരണം മേജർ റീസൺ ഗ്ലോബലൈസേഷൻ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബ്രീഫ്ലി അസസ് ദ ഇമ്പാക്ട് ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി ഓൺ ഇന്ത്യൻ ഇക്കോണമി. സെയിം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് വരുന്നത്. അപ്പൊ ഇന്ത്യൻ ഇക്കോണമിയുടെ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ രീതിയിൽ തന്നെ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ GDP കൂടി, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടി, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടി, എക്സ്പോർട്ട് കൂടി എന്നുള്ള കാര്യമൊക്കെ പറയുക. ഇനി ഡിമെറിറ്റിലേക്ക് പറയുമ്പോൾ GDP കൂടിയെങ്കിലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടിയില്ല, അഗ്രികൾച്ചർ സെക്ടർ വളർന്നില്ല, അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കേസ് നമുക്ക് അവിടെ പറയാം. ഇനി എന്താണ് PSU, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അത്രയും സക്സസ്ഫുൾ ആയില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇമ്പാക്ട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രം ആൻസേഴ്സ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യ ഹാസ് സർട്ടൻ അഡ്വാൻറ്റേജസ് വിച്ച് മേക്ക് ഇറ്റ് എ ഫേവറേറ്റ് ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ. അപ്പൊ എന്തൊക്കെയാണ് ഈ അഡ്വാൻറ്റേജസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം, ചീപ്പ് ലേബർ ആണ് അല്ലെ, വളരെ കുറഞ്ഞ പൈസയ്ക്ക് വരെ ജോലി ചെയ്യാൻ ആൾക്കാരുണ്ട്, എന്നാൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വളരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് സ്പീക്ക് ചെയ്യാൻ അതിന് എന്താണ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇതെല്ലാം ദീസ് ആർ ദ മേജർ റീസൺസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഫോർ ഇന്ത്യ ആസ് ആൻ ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ അല്ലെ. അപ്പൊ ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. WTO വാസ് ഫൗണ്ടഡ് ഇൻ 1995 ആസ് എ സക്സസർ ഓർഗനൈസേഷൻ ടു ദ ഗാഡ്. അപ്പൊ അത് ട്രൂ ആണ് കേട്ടോ, ട്രൂ ആണ്. അടുത്തത്, ഫൈൻഡ് ദ മെയിൻ ഏരിയാസ് ആൻഡ് മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ലിബറലൈസ് ദ ഇന്ത്യൻ ഇക്കോണമി ഇൻ 1991. ലിബറലൈസേഷൻ എന്താണെന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് അതിന്റെ ഫീച്ചേഴ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഫിനാൻഷ്യൽ സെക്ടറിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ടാക്സ് റിഫോംസിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസിലെല്ലാം മാറ്റം കൊണ്ടുവന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പ്രൈവറ്റൈസേഷനിലേക്ക് വരാം. പ്രൈവറ്റൈസേഷൻ എന്താണെന്നുള്ളത് പറയാം. രണ്ട് രീതിയിലാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ നടത്തുന്നത്. ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെന്റും, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഡ്രോയിലും ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇനി ഒരു ഫെർദർ ഡിസ്കഷന്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈൽ എക്സ്പ്ലെയിനിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ യുവർ ഇക്കണോമിക്സ് ടീച്ചർ സേസ് ഔട്ട്സോഴ്സിംഗ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഔട്ട്കംസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ പ്രോസസ്. അപ്പോൾ ഈ ഒരു ഔട്ട്സോഴ്സിംഗ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയ കാര്യം പറയാം, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടാവാൻ ഒരു കാരണമായെന്ന് പറയാം, ടെലികമ്മ്യൂണിക്കേഷന്റെയും മോഡേൺ ടെക്നോളജിയുടെയും ഒക്കെ ഒരു വ്യാപനം അല്ലെ, സ്പ്രെഡ് നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ റീസൺ ആയിട്ട് പറയാവുന്നതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കമ്പനീസ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് സ്റ്റോപ്പ് ഔട്ട്സോഴ്സിംഗ് ടു ഇന്ത്യ ഇറ്റ് വിൽ ബി എ ഹെവി ലോസ് ടു ദ ഇന്ത്യൻ യൂത്ത്. എക്സ്പ്ലെയിൻ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനെ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും കുറെ ആൾക്കാർ അല്ലെ, ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ യൂത്തും എംപ്ലോയ് ചെയ്തിരിക്കുന്നത് IT സെക്ടറിലാണ്. അപ്പൊ ഈ IT സെക്ടറിൽ അവർക്ക് ജോലി കിട്ടാൻ കാരണം ബിക്കോസ് ദേ ആർ ഔട്ട്സോഴ്സ്ഡ് ബൈ സം അതർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെ. അപ്പൊ ആ ഒരു വേജ് റേറ്റ് കുറവും പിന്നെ എന്താണ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവറും തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടുതലും ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ആൾക്കാരെ ഹയർ ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് റീസൺസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഔട്ട്സോഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം വേജ് കൊടുത്താൽ മതി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് 2015 ഒരു സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സംവാട്ട് ലൈക്ക് ഒരു കേസ് സ്റ്റഡി പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ദ പ്ലോട്ട് ഓഫ് മലയാളം ഫിലിം മിഥുനം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മുടെ മോഹൻലാലാണ് നായകൻ അല്ലെ.
അപ്പൊ മോഹൻലാലിന് ദാക്ഷായണി ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്ന ബിസ്ക്കറ്റ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ സിനിമയിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ഒരു 1991 മുമ്പ് ഇറങ്ങിയ പടം ആയതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയിൽ കറക്റ്റ് ആയിട്ട് ഈ 1991 മുമ്പ് ന്യൂ എക്കണോമിക് പോളിസി വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ആൾക്കാർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ക്രിട്ടിസൈസ് ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ 1950 ടു 1990 വരെയുള്ള ഇന്ത്യയുടെ പോളിസി തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് വളരാൻ അനുവദിക്കാത്തത് അല്ലെ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലൈസൻസ്, അഥവാ നമ്മൾ അതിന് മറ്റൊരു പേര് പറയും പെർമിറ്റ് രാജ് എന്ന് പറയും അല്ലെ. അന്ന് ലൈസൻസ് രാജ് അല്ലെങ്കിൽ പെർമിറ്റ് രാജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് എല്ലാ കാര്യത്തിനും എന്ത് നിങ്ങളിപ്പം ഒരു കാര്യം ചെയ്യാൻ പോയാലും അതിനെല്ലാം ലൈസൻസ് വേണം എന്നുള്ളത് അല്ലെ. അത് കിട്ടാനാണെങ്കിൽ ഭയങ്കര പാടുമാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പബ്ലിക് സെക്ടർ ആണ്, അതായത് ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രികളും സംഭവങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിനെ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒന്നും അനുവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ലൈസൻസ് രാജിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കമാൻഡിങ് ഹെഡ്സ് പ്രിൻസിപ്പിൾ ആണ്, അതായത് ഗവൺമെന്റ് എന്ത് പറയുന്നോ അതായിരിക്കും ഏറ്റവും ടോപ്പിൽ വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ അതിന്റെ ആ ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്താലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് തന്നെ വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇഫ് ദ ഹീറോ ഓഫ് ദ ഫിലിം മിഥുനം സ്റ്റാർട്ട്സ് എ കമ്പനി ആഫ്റ്റർ 1991 ആണെങ്കിൽ പുള്ളിക്കാരൻ ഈ പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് പറയുന്ന സംഭവം ഒന്നും ഫേസ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അതായത് ലൈസൻസ് വാങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ നമ്മുടെ ലിബറലൈസേഷൻ മെഷേഴ്സുമായിട്ട് വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെർമിറ്റ് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് വേണം, ലൈസൻസ് വേണമായിരുന്നു ഒരു ഇൻഡിപെൻഡൻസ് തൊട്ട് 1990 വരെ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രികൾ കുറയാനാണ് കാരണമായത്. അപ്പോ പ്രൈവറ്റൈസേഷൻ ഈ പറയുന്നത് പോലെ നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി വന്നപ്പോഴത്തേക്കും ഈ ഒരു സിറ്റുവേഷൻ അടപടലം മാറി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ വേരിയസ് ഫേവറബിൾ കണ്ടീഷൻസ് പ്രിവൈലിംഗ് ഇൻ ഇന്ത്യ വിച്ച് മേക്ക് ഔട്ട്സോഴ്സിംഗ് പോസിബിൾ. വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ് a lot of times. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഇസ് എമർജിംഗ് ആസ് എ മേജർ ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്ത്യ ഇൻ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്? BPO ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. BPO എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇന്ത്യ ഔട്ട്സോഴ്സ് ചെയ്തെടുക്കുകയാണ്. അതായത് പുറത്തുള്ള ബിസിനസ്സുകാരൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ആൾക്കാരെ ജോലിക്കൊക്കെ എടുക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഈ ഔട്ട്സോഴ്സിംഗ് കൊണ്ട് സിംപ്ലി ഉദ്ദേശിക്കുന്നത്. BPO അത് തന്നെ. അപ്പോ അത് രണ്ടും ഒരേ വർഷം തന്നെ മാർച്ച് മെയിൻ എക്സാമിനും സേയ്ക്കുമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ONGC ഒരു നവരത്ന കമ്പനിയാണ്. തീർച്ചയായിട്ടും നവരത്ന കമ്പനി എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ഒരു കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നവരത്ന കമ്പനി മിനിരത്ന മഹാരത്ന എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത്, നെയിം ദ ഔട്ട്കം ഓഫ് ദ ടു പോളിസി സ്ട്രാറ്റജീസ് ഓഫ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ. നമ്മൾ പറഞ്ഞു ഗ്ലോബലൈസേഷൻ ആണ്. ഡു യു തിങ്ക് ദാറ്റ് ദ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ വാസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ബൈ ദ റിഫോം പ്രോസസ്? ജസ്റ്റിഫൈ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കാരണം എന്താണ് ഈ പറയുന്നത്, സബ്സിഡി കുറഞ്ഞ കാര്യം അല്ലെ, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു, സബ്സിഡി ഇല്ലാതാക്കി, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഉണ്ടായി, ആൾക്കാർ കൂടുതലായിട്ട് ക്യാഷ് ക്രോപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ ഈ പറയുന്ന ഫുഡ് ഗ്രെയിൻസിന്റെ വില കൂടാനായിട്ട് തുടങ്ങി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അല്ല, മിനിമം സപ്പോർട്ട് പ്രൈസ്, ഇപ്പം എന്തൊരു സാധനം, ഇപ്പം അരി അങ്ങനത്തെ ഉള്ള നെല്ല്, ഗോതമ്പ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, അതിന് ഗവൺമെന്റ് ഒരു വില നിശ്ചയിക്കും. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതാണ് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ്. അതായത് ഇപ്പൊ ഒരു ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ അരിക്ക് കിലോയ്ക്ക് 30 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ 30 രൂപയിൽ കുറച്ചിട്ട് ഒരു കർഷകനും ഈ അരി എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ താങ്ങുവില അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗവൺമെന്റിന്റെ ചില കമ്മിറ്റികളെല്ലാം കൂടെ കൂടിയിരുന്നിട്ടാണ് MSP അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പൊ അതൊക്കെ എടുത്ത് കളയുന്നത് ഈ അഗ്രികൾച്ചർ ലേബറേഴ്സിനെയൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് ബേസിക് പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ മിസ് ചെയ്യരുത്. അപ്പൊ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിലുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ PPT ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.